ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ NPK വളമാണ്. വളരെ എഫക്റ്റീവായ ഒരു വളം. അതായത് ഇതിനകത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ ആ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ല കായ്പിടുത്തം ഉണ്ടാകും. ഇതിപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇതിന് പൈസ മുടക്കൊന്നുമില്ല. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഇതിപ്പോൾ 1.5 കിലോയുടെ കൂടുതലുണ്ട്. കൃത്യമായ അളവല്ല, 1.5 കിലോയിൽ കൂടുതൽ വരും. ഇത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇതിൽ കൂടുതലായിട്ട് 2 രഹസ്യ വളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത സംഗതികൾ കാണിക്കാം. നമ്മൾ കരിയില കമ്പോസ്റ്റാണ്, നന്നായി കാർബൺ ഉള്ളതാണ്. പിന്നീട് ചേർത്തത് പച്ചില കമ്പോസ്റ്റാണ്. നമ്മൾ പച്ചില എടുത്ത് കമ്പോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇലയൊക്കെ അടങ്ങിയതാണ്ട പൊടിച്ച പൊടിയായിട്ട് കിട്ടും. കണ്ടോ, പൊടിയായിട്ട് വരുന്നതുണ്ടോ. ചീമക്കൊന്നയുടെ ഇല അതിൽ കൂടുതൽ. പിന്നെ പുല്ലൊക്കെ ചേർക്കാം. അടിപൊളി പച്ചില കമ്പോസ്റ്റാണ്. പച്ചില കമ്പോസ്റ്റ് ഉണങ്ങി കഴിഞ്ഞാൽ, പച്ചില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് അഴുകിയ അട പോലെ ഇരിക്കും. പച്ച ഇലയല്ലേ, ജലാംശം കൂടുതലുണ്ടാവും. നമുക്കൊന്ന് ഉണക്കി കഴിഞ്ഞാൽ ഇതുപോലെ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു 1/4 കിലോയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1/4 കിലോ ഉണ്ടെന്ന് കൂടുതലുണ്ടാവും, വെയിറ്റ് കുറവായതുകൊണ്ട്. മറ്റേ കമ്പോസ്റ്റും 1/4 കിലോയാണ് ചേർത്തിരിക്കുന്നത്, അതായത് കരിയില കമ്പോസ്റ്റ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് ഉള്ളിത്തോലാണ്. ഉള്ളിത്തോൽ ഇങ്ങനെ മുഴുവനെയല്ല, പൊടിച്ച് ചേർക്കണം. പൊടിച്ച് ചേർത്താലാണ് അതിന് ഗുണം കിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാടുണ്ട്. ഞാനിത് ഓൺലൈനിൽ കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് പൊടിച്ചാണ് വച്ചിരിക്കുന്നത്, അത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് പൊടിയാണ്. ഇത് ചേർത്തിട്ടുണ്ട്. ഇത് പൊട്ടാഷാണ്, നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതാണ്. ഇത് 100 ഗ്രാം വീതം ചേർത്തിട്ടുള്ളൂ. ഉള്ളിത്തോലും ഈ മുട്ടത്തോടൊക്കെ 100 ഗ്രാം വീതം ചേർത്തിട്ടുള്ളൂ. ഇത് രണ്ടും ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മിക്കവാറും എൻ്റെ എല്ലാ വീഡിയോകളിലും അതിനെപ്പറ്റി പരാമർശമുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ ഞാൻ ഈ വളം കൊടുത്ത് എൻ്റെ ചെടി ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് പിന്നീട് കൊടുത്ത രഹസ്യ വളം എന്ന് പറയുന്നത് ഇതാണ്, ചക്കക്കുരു പൊടിച്ചതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചക്കക്കുരു പൊടിച്ച് ചേർക്കാൻ. അപ്പോൾ ചക്കക്കുരു നിങ്ങൾ കളയാതെ കിട്ടുന്ന സമയത്ത് ധാരാളം ചക്കക്കുരു ഇതുപോലെ പുഴുങ്ങി ഒന്ന് പൊടിച്ച് വയ്ക്കുക. പൊടിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും കൊണ്ട് പൊടിയാവണ്ട, തരിയൊക്കെ കിടക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത ചക്കക്കുരു കിട്ടുന്ന സീസൺ ആകുന്നവരെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആരൊക്കെ എത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ചക്കക്കുരു പൊടി 1/4 കിലോ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയുള്ളത് വേറൊരു രഹസ്യവളമാണ്. അത് ഇതാണ്. ഇത് ഞാവൽക്കുരുവാണ്. അപ്പോൾ ഞാനിത് ആദ്യം കുറേ ഉണക്കി പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാവൽക്കുരുവൊക്കെ ശരീരത്തിൽ 1 ടീസ്പൂൺ പൊടി ചായയിൽ ചേർത്ത് നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാവും. അത്ര എഫക്റ്റീവാണ് ഈ ഞാവൽക്കുരു. അപ്പോൾ എനിക്ക് ഞാവൽ എൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നിറയെ ഞാവലും കായുണ്ടായിരുന്നു, ഒക്കെ പഴമായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേയൊക്കെ കുരു ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. വേറെ ഉണങ്ങാൻ കുറച്ച് വച്ചിട്ടുണ്ട്, വേറെ കുറേ പൊടിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1/4 കിലോ ചേർത്തു അതിൻ്റെ കൂടെ. പിന്നെ ഈ ചക്കക്കുരു ഞാൻ പൊടിച്ച് ചേർത്തപ്പോൾ അതിൻ്റെ കൂടെ സൂഡോമോണസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊരു സൂക്ഷ്മാണു വളമാണ്. ചക്കക്കുരു മൊത്തം മൈക്രോ ന്യൂട്രിയൻ്റാണ്, ഏറ്റവും നല്ല വളമാണത്. മനുഷ്യനും കഴിക്കുന്നതാണല്ലോ, സ്റ്റാർച്ച് കൂടുതലുണ്ട്. അപ്പോൾ ചെടികൾക്ക് ഏറ്റവും യോജിച്ചതാണത്. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞിടത്തോളം സംഗതി ചേർത്തതിൽ 5 പൈസ ചിലവില്ല. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം. ചേർക്കുന്നതിന് കുഴപ്പമില്ല, നല്ലതാണ്. ഇത്രയും സാധനത്തിന് ഞാൻ 5 പൈസ മുടക്കിയിട്ടില്ല. അപ്പോൾ ഉള്ളിത്തോല് എനിക്ക് കിട്ടുന്നുണ്ട്. പൈസ മുടക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഉള്ളിത്തോല് ശേഖരിച്ച് കൊണ്ടുവരുന്ന ആൾക്ക് ഇച്ചിരി പൈസ കൊടുക്കാറുണ്ട് ഞാൻ. അതൊക്കെ വളരെ നിസ്സാരമുള്ളൂ. അപ്പോൾ അതൊരു പൈസ ചിലവായി എന്ന് പറയാൻ പറ്റില്ല. അടിപൊളി വളമാണിത്. അപ്പോൾ ഇതിൽ എല്ലുപൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ബൂസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. പെട്ടെന്നാണ് ഇതിൻ്റെ പ്രവർത്തനം. എല്ലുപൊടിയൊക്കെ 4 മാസമൊക്കെ പിടിക്കും മണ്ണിൽ ലയിക്കാൻ. ഇത് നമ്മൾ ഇട്ട് കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് അത് ചെടി വലിച്ചെടുക്കും.
കംപ്ലീറ്റ്. ഇത്ര എഫക്റ്റീവായ ഇതാണ് NPK വളമാണുള്ളത്. 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു വഴുതനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വഴുതന ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയ അറിവുകൾ കിട്ടുന്നതിലേക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. താഴെ ഓള് ഓപ്ഷനുകൾ കുറേ വരും. അതിൽ ഓള് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാണ്. ഒരു ചെടിക്ക് നമ്മൾ ഇടേണ്ടത് ഇത്രയും മാത്രമാണ്. കണ്ടോ, ഇത്രയും ഇട്ട് കൊടുത്താൽ മതി ഒരു ചെടിക്ക്. ഇത്രയും ആയിക്കോട്ടെ, ഇത്ര ഇട്ട് കൊടുത്താൽ മതി ഒരു ചെടിക്ക്. ഞാനത് ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് കാണിക്കാം. അതുപോലെ വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നതും കാണിക്കാം. പുള്ളി പച്ചില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാടുണ്ടായിരുന്നതാണ്. കരിയില കമ്പോസ്റ്റും പച്ചില കമ്പോസ്റ്റും എല്ലാം ഞാൻ ഉപയോഗിച്ചതാണ്. ഇത് കണ്ടോ, ഇതിലുണ്ടാകുന്ന കണ്ടോ, എന്തുമാത്രം വഴുതനയാണ് നോക്കി ഈ ചെറിയ തൈയിനകത്തുണ്ടാകുന്നത്. നിറയെ പൂക്കൾ വേറെ ഉണ്ടാകുന്നുണ്ട്. 1 2 3 4 5 6 7 8 എണ്ണം ഈ തൈയിലുണ്ടായിരിക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ കോളിഫ്ലവർ കണ്ടോ. ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഇത് ഞാൻ തൈ പറിച്ച് നടുന്ന സമയത്ത് പറഞ്ഞു, ചേട്ടാ ഇത് ശീതകാല പച്ചക്കറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശീതകാല പച്ചക്കറിയാണ് എനിക്കറിയാം, പക്ഷേ ഞാനിത് വിളവെടുക്കും ഏത് കാലത്തും എന്ന് പറഞ്ഞു. ആ പച്ചക്കറിയാണ്. ഇതിപ്പോൾ ഇന്ന് 23 മെയ്. അപ്പോൾ ഇത് ശീതകാല പച്ചക്കറിയാണെങ്കിലും നന്നായിട്ട് നമുക്ക് അല്ലാത്ത സമയത്ത് വിളയിച്ചെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇതെല്ലാം വിളയുന്നുണ്ട്, എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട്. ഇതിലൊക്കെ ഇത് റെഡിയായിട്ട് വരുന്നുണ്ടെല്ലാം. കണ്ടോ, എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും എൻ്റെ പച്ചക്കറികൾക്ക് വേണ്ടി ആണ് ഞാൻ 2 ചാക്ക്, 1 ചാക്ക് പച്ചില കമ്പോസ്റ്റും 1 ചാക്ക് കരിയില കമ്പോസ്റ്റും ഞാൻ ഈ മണ്ണ് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടി, കണ്ടോ, പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. എൻ്റെ ഈ കാണുന്ന എല്ലാ ചെടികൾക്കും ഞാനത് ഉപയോഗിച്ചു. ബാക്കി ഒരു അല്പം എടുത്തു വച്ചതാണിപ്പോൾ നിങ്ങളെ കാണിച്ചത്. കണ്ടോ, പച്ചമുളകൊക്കെ വരുന്ന വരവുണ്ടോ, എത്ര അടിപൊളിയായിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിപ്പോൾ എല്ലാം ഉണ്ട്. കാബേജുണ്ട്, കോളിഫ്ലവറുണ്ട്, വഴുതന, ഇതൊക്കെ തൈക്കളാണ് വഴുതന. ഇപ്പോൾ ഉണ്ടായി വരുന്ന വലിയ വഴുതനയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്. ആവശ്യത്തിന് ഇപ്പോൾ 1/2 കിലോ വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട് എനിക്ക് ദിവസവും. പച്ചമുളക് അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, പച്ചമുളക് ഇഷ്ടം പോലെ പച്ചമുളകാണ്. നമ്മുടെ ആവശ്യത്തിന് നിറയെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് വരിക, നിറയെ ഉണ്ടായി വരുന്നുണ്ട്. കണ്ടോ, ഇപ്പം എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്. ഇത് കുറ്റിപ്പയറാണ്. ഞാൻ പയർ നട്ടത് അച്ചിങ്ങ കിട്ടാൻ വേണ്ടിയല്ല, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇല എടുത്ത് തോരൻ വയ്ക്കാൻ വേണ്ടിയാണ്. പല പ്രാവശ്യമായിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ ഇതിൽ നിന്ന് ഇല കിട്ടും. അപ്പോൾ നമുക്കിത് വെണ്ടയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം ഏതായാലും. അപ്പോൾ നമ്മൾ എപ്പോഴും മണ്ണ് വേണമെന്നില്ല. ഇതിങ്ങനെ ഒരല്പം മണ്ണ് ഇങ്ങനെ മാറ്റിയിട്ട് മണ്ണ് മാറ്റിയ ഭാഗത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ആ ഗ്യാപ്പിൽ കുറച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ വശത്തും ഇതിങ്ങനെ മണ്ണ് മാറ്റിയിട്ട് ചോട്ടിൽ നിന്ന് അല്പം മാറ്റിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മണ്ണിട്ട് അങ്ങോട്ട് മൂടുക. ഇത്രയും സംഭവമേ ഉള്ളൂ. അത് മണ്ണിട്ട് അങ്ങോട്ട് മൂടി വെക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കാൻ നോക്കുക, ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.